ഈ കേരള രാഷ്ട്രീയത്തിൽ ഈരാറ്റുപേട്ടയ്ക്ക് ഒരു സവിശേഷമായ സാന്നിധ്യമുണ്ട്. പല പരീക്ഷണങ്ങളും നടന്ന ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട. നമുക്കറിയാം, പൂഞ്ഞാർ, ഈരാറ്റുപേട്ട ആ പ്രദേശങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ചെലുത്തുന്ന സ്വാധീനം എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ ഈരാറ്റുപേട്ടയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടെ കോൺഗ്രസ് അവിടെ ഭരിക്കുകയാണ്. എന്താണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഈരാറ്റുപേട്ട ഭരിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? നാം ഈരാറ്റുപേട്ട എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന PC ജോർജാണ്. PC ജോർജുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈരാറ്റുപേട്ട. കാരണം അദ്ദേഹത്തിൻ്റെ പൂഞ്ഞാറിലെ തുടർച്ചയായ വിജയത്തിന് കടിഞ്ഞാണിട്ടത് ഈരാറ്റുപേട്ടയിലെ ജനങ്ങളാണ്, ഒരു പ്രത്യേക വിഭാഗമാണെന്ന് അദ്ദേഹം പറയുകയും ആ പ്രദേശത്തിനെതിരെ അദ്ദേഹം നിരന്തര വിമർശനം ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തെ പിന്നീട് ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യം വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തന്ത്രപൂർവ്വം ഹോസ്പിറ്റലിലേക്ക് മാറുകയും ജയിലിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയപ്പെടുന്നൊരു ഈരാറ്റുപേട്ട എന്ന അവിടെ അറിയാമല്ലോ, പ്രത്യേകിച്ച് ഈ മതതീവ്ര വിഭാഗക്കാരുടെ എല്ലാം വലിയ സ്വാധീനമുള്ളതാണ്. പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്ന, വലിയ റെയ്ഡുകൾ ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണല്ലോ ഈരാറ്റുപേട്ട. ആ ഈരാറ്റുപേട്ടയിലാണ് ഇപ്പോൾ UDFുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂരിലെ രാഷ്ട്രീയ പശ്ചാത്തലം അറിയാലോ. അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് വർഗീയതയുമായി ബന്ധപ്പെട്ട കൂട്ടുകെട്ടുകളാണ്. ഒരു ഭാഗത്ത് LDF PDPയുമായി വലിയ രീതിയിൽ സൗഹൃദം, ചങ്ങാത്തം കൂടുമ്പോൾ ആ ചങ്ങാത്തം തുടക്കം ഇപ്പോഴല്ലല്ലോ. കാരണം അദ്ദേഹം ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ജയിലിൽ കിടന്ന് പുറത്തു വന്നതിന് ശേഷം ആദ്യം അദ്ദേഹത്തിനൊരു വേദി ഒരുക്കുന്നത് ഈ LDF സർക്കാരാണ്. അതുകൊണ്ട് തന്നെ അത് വർഷങ്ങളായി തന്നെ അത് നിലനിൽക്കുന്ന. ജയിൽ മോചിതനായി എത്തിയ അബ്ദുൽ നാസർ മദനിയെ ശംഖുമുഖം കടപ്പുറത്ത് ഇടതു നേതാക്കൾ, അന്നത്തെ സർക്കാരിലെ മന്ത്രിമാർ ഉൾപ്പെടെ പോയി സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ആ രീതിയിലുള്ള ഒരു വർഗീയ കൂട്ടുകെട്ടാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. അതിന് സമാനമായി തന്നെയാണ് UDFുമായി ബന്ധപ്പെട്ട് UDFിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുമെല്ലാം വെള്ളപൂശുന്ന നിലപാടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി അറിയാമല്ലോ, അവർ പല മണ്ഡലങ്ങളിൽ ഈ മലപ്പുറം, അതോടൊപ്പം തന്നെ മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്നു, മെമ്പർമാരുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ അവരുടെ പിന്തുണയോടെയാണ് ഭരണം നടക്കുന്നത്. ഈ മലബാറിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെല്ലാം കോൺഗ്രസും കാൾ സ്വാധീനം മുസ്ലിം ലീഗിനാണല്ലോ. ഈ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഈ SDPയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും CPMും എല്ലാം ഉള്ള ഒരു അവിയൽ സഖ്യം പല സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ അവിയൽ സഖ്യം നിൽക്കും. അതിനൊരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈരാറ്റുപേട്ടയിലും ഉള്ളതായി CPMൻ്റെ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ ഈരാറ്റുപേട്ട ഇപ്പോൾ ഭരിക്കുന്നത് UDF ആണ്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് മുസ്ലിം ലീഗിനാണ്. 9 സീറ്റ് മുസ്ലിം ലീഗിനും കോൺഗ്രസിന് 3 അംഗങ്ങളും വെൽഫെയർ പാർട്ടിയുടെ 2 അംഗങ്ങളും പിന്തുണയോടുകൂടി തന്നെയാണ് 28 അംഗങ്ങളുടെ ഒരു സഭയിൽ 14 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ഇപ്പോൾ ഈ UDF ഭരണം നടത്തുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഈ 2 പാർട്ടികളും മതേതരത്വത്തിന് വേണ്ടി സംസാരിക്കുകയും അതിനുവേണ്ടി വലിയ രീതിയിൽ പ്രസംഗിക്കുകയും ഞങ്ങൾ BJPയെ ചെറുക്കുകയാണ്, കേരളത്തിൻ്റെ മണ്ണ് ഇത്തരം വർഗീയ ശക്തികൾക്ക് ഉള്ളതല്ലെന്ന് പറയുമ്പോഴും വർഷങ്ങളായി തന്നെ ഒരു ഭാഗത്ത് തുറന്ന പിന്തുണയാണ് ഇവർ ഇത്തരം സംഘടനകളുടെ ഭാഗത്ത് നിന്നും വാങ്ങുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, അവർ പ്രഖ്യാപിത നിലപാടാണ് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്നുള്ളത് അവരുടെ പ്രഖ്യാപിത നിലപാടാണ്. ആ പ്രഖ്യാപിത നിലപാടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയുടെ തുറന്ന പിന്തുണയാണ് ഇത്തരം കക്ഷികൾ വാങ്ങുന്നത്. എന്നിട്ട് എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് മതേതരത്വത്തെക്കുറിച്ച് പറയുവാൻ? ഇപ്പോൾ കേരള രാഷ്ട്രീയം അങ്ങനെ മാറിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും വർഗീയത പാർട്ടികളുടെ പിന്തുണ വാങ്ങിയാലും അധികാരത്തിൽ വരണമെന്നൊരു ചിന്തയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അത് പാലക്കാട് നാം കണ്ടതാണ്, വയനാട് നാം കണ്ടതാണ്. പിന്നീട് BJPയെ പരാജയപ്പെടുത്താൻ അവർ സ്ഥിരം ഇത്തരം പരിപാടികൾ നടപ്പിലാക്കുന്നത് നമുക്കറിയാം. BJP കാർഡ് ഉയർത്തി കാണിച്ച് ഒരു വിഭാഗത്തെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി തങ്ങളുടെ വരുതിയിൽ നിർത്തുന്ന ഒരു കാഴ്ചയാണ്. അത് CPM മുതൽ ഈ പോപ്പുലർ ഫ്രണ്ട്, SDPI വരെയുള്ള പാർട്ടികൾ അത് ചെയ്യുന്നുണ്ട്. അത് നാം വർഷങ്ങളായി കാണുന്ന ഒരു മണ്ഡലം മഞ്ചേശ്വരമാണ്, അല്ലേ? മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ ഇത് കൃത്യമായി തന്നെ മനസ്സിലാകും. കാരണം BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഈ മതേതരത്വ പാർട്ടികൾ SDP അത് പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് തുറന്നു പറയുക തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പരസ്യമായി തന്നെ അത് അവരെ വെല്ലുവിളിക്കുകയാണ് UDFനെ. അത് പാലക്കാട് മാത്രമല്ല, അവർ നേമത്തും അത് പറഞ്ഞതാണ്.
നേമത്ത് BJP തോൽപ്പിക്കാൻ വേണ്ടി അവർ CPM വോട്ട് കൊടുത്തു, പാലക്കാട് BJP തോൽപ്പിക്കാൻ വേണ്ടി അവർ കോൺഗ്രസിന് വോട്ട് കൊടുത്തു. ആ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അവരുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് BJP ആണ്. അല്ല, ഈ മണ്ഡലങ്ങളിലെ ഇവർ പിന്തുണയ്ക്കുന്നു, പക്ഷെ പരസ്യമായ വെല്ലുവിളിയില്ല. ഈ മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ട് അവർ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ SDP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ 5000-ലധികം വോട്ട് ഞങ്ങൾ നേടും, അവിടെ വിജയിക്കുന്നത് BJP ആണ്. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് കൊണ്ടാണ് ഈ ലീഗിന് വിജയങ്ങൾ ഉണ്ടാകുന്നത്. അത് കൃത്യമാണ്. സുരേന്ദ്രൻ തോറ്റത് ആദ്യ തെരഞ്ഞെടുപ്പിൽ 89 വോട്ടിനാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റത് 700 വോട്ടിനാണ്. ആ രീതിയിൽ ഈ SDP തങ്ങളുടെ വോട്ട് എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ ഒരു പരിധിവരെ SDP-ക്ക് 2000-നും 5000-നും ഇടയ്ക്ക് വോട്ടുകൾ അവർക്ക് കരസ്ഥമാക്കാൻ കഴിയും. അങ്ങനെ വോട്ട് കരസ്ഥമാക്കുകയും നേടുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ BJP ആണ് സ്വാഭാവികമായി വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വെല്ലുവിളി വെറുതെയല്ല. അതുപോലെ തന്നെ അവരുടെ കൃത്യമായ വോട്ട് UDF വാങ്ങുന്നു. പല മണ്ഡലങ്ങളിൽ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേമം ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും LDF-ഉം ആ വോട്ടുകൾ വാങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലമ്പൂരുമായി ബന്ധപ്പെട്ടാണ് ഒരു 40% ഈ ഹൈന്ദവ വോട്ടുണ്ട്, 20% ക്രൈസ്തവ വോട്ടുണ്ട്. അപ്പോൾ അവരെ പ്രീണിപ്പെടുത്താനാണ് ഈ രീതിയിലുള്ള, കാരണം ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ PDP-യോട്, ഇത് പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ, PDP-യോട് ഞങ്ങൾ കൂട്ടുകൂടുമ്പോൾ മറുഭാഗത്ത് അവർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേരുകയാണെന്ന രീതിയിലുള്ള പ്രസ്താവന വരികയാണ്. അപ്പോൾ രണ്ടുപേരും തുറന്ന് സമ്മതിക്കുകയാണ്, ഞങ്ങൾ രണ്ടുപേരും വർഗീയ പാർട്ടികളുമായി കൂട്ടുകൂടുന്നു എന്നത്. അതോ ഈ മതേതരത്വം പറയുന്ന മറ്റൊരു പാർട്ടിയാണല്ലോ CPI. CPIയിൽ ഒരു പാർട്ടി ഉണ്ടല്ലോ, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന് തീവ്രത പോരെന്ന് അവകാശപ്പെട്ടുകൊണ്ട് INL എന്നൊരു പുതിയ പാർട്ടി രൂപീകരിച്ചു. അവരിന്ന് LDF ഘടകകക്ഷിയായിരുന്നു, കുറച്ചുനാൾ 2.5 വർഷത്തോളം മന്ത്രിയുമായിരുന്ന ഒരു പാർട്ടി കൂടെയാണ്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ പോലെ തന്നെയാണ് നമ്മുടെ കേരളവും. വലിയ രീതിയിൽ വർഗീയത വളരുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടല്ലോ, പല രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു മറ്റൊരു കാശ്മീറായാണ് മാറുന്നത്. എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം വിമർശിക്കുക, അതിൽ ജാതി കണ്ടെത്തുക, അതിലെ വലിയ രീതിയിൽ കളിയാക്കുക. അതെ, ഇന്നലെ തന്നെ ഈ ഗുജറാത്തിൽ ഒരു വിമാന അപകടം ഉണ്ടായപ്പോൾ അതിൽ പോലും മതം പറയുകയാണ്. അതിൽ മരിച്ച മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഗുജറാത്ത് വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട് പല പ്രതികളെയും തുറന്നുവിട്ടു, അതിനുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആ രീതിയിലുള്ള ഒരു അങ്ങനെ എന്തിനേയും മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ കണ്ണിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നരേറ്റീവുകൾ, ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പതിവ് ഇപ്പോൾ കേരളത്തിൽ സർവ്വസാധാരണമായിരിക്കുകയാണ്. ശരിയാണ്. ആ രീതിയിൽ നിന്നും കേരളം പുറത്തു വന്നില്ലെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയായിരിക്കും. ഇപ്പോൾ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ തീവ്രവാദത്തിന്റെ ഒരു നേഴ്സറിയായി മാറിയിരിക്കുന്ന നാം ഇവിടെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറാനുള്ള വലിയ സാധ്യത ഉണ്ടാവുകയാണ്. അതിൽ നിന്നെല്ലാം പുറത്തു വരാനുള്ള നീക്കങ്ങൾ നാം നടത്തണം. അതിന് ഏറ്റവും ഉദാഹരണം ആ പ്രദേശം നാം പറയുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതാണ്, PC ജോർജുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടായ ഒരു സ്ഥലമാണ്. PC ജോർജ് ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം സ്ഥലങ്ങൾ വ്യാപിക്കാതിരിക്കാനും ഇത്തരം പാർട്ടികൾ സൂക്ഷിക്കണം. ഈ രാഷ്ട്രീയ UDF ആയാലും അല്ലെങ്കിൽ അധികാരം കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെന്ന് അല്ലേ പിന്നോട്ട് പോകണം. അല്ലാതെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ SDP-യുടെ എല്ലാം പിന്തുണ എന്തിനാണ് വാങ്ങുന്നത്? അത് നമ്മുടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ കേരളത്തെ വലിയ രീതിയിൽ ബാധിക്കും.